ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് ട്രംപ് പ്രഖ്യാപിച്ച ഒരു ഡീൽ, അതായത് രഹസ്യമായിട്ട് ഇറാനുമായിട്ട് ചർച്ച നടക്കുന്നതായിട്ട് ഉള്ളൊരു അറിയിപ്പ്, അതിനെ തുടർന്നാണ് ഈ കോലാഹലങ്ങൾ മൊത്തം നടക്കുന്നത്. എന്താണ് കോലാഹലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമാണ്, IRGCക്ക് ഉള്ളിൽ തന്നെ പ്രശ്നം. IRGCയെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ മുജ്തബ ഖമനേയിയാണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് സ്പീക്കർ ഗാലിബാഫ്, ഈ മുഹമ്മദ് ഗാലിബാഫ് ആണോ IRGCയെ നിയന്ത്രിക്കുന്നത്? ഇത് ആരാണ് IRGCയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിൽ തന്നെ അവിടെ തർക്കമാണ്. പ്രത്യേകിച്ച് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുമായിട്ടാണ് ട്രംപ് ചർച്ച നടത്തിയത് എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ട്രംപിൻ്റെ അടുത്ത്. നിങ്ങൾ ഇറാനുമായിട്ട് ഡീൽ റെഡിയാകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ട്രംപിന് ഉത്തരമില്ല. ട്രംപിന് ഐ ഡോണ്ട് നോ, എനിക്കതറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ ടീം അവിടെ ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരാണ് ഈ ടീം? ഈ ടീം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും തുർക്കിയും ഈജിപ്തും. ഇവർ മൂന്നുപേരും തന്നെ ബ്രദർഹുഡിൻ്റെ ആശയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ വാലും പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. തുർക്കിയുടെ ഇൻറ്റൻഷൻ എന്താണ്? പാകിസ്ഥാൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇപ്പം ഇതിനകത്ത് ഈജിപ്തിനെ മാത്രം വേണമെങ്കിൽ ഇച്ചിരി മാറ്റി നിർത്താം, എന്നാലും അവർക്ക് അതിൽ പങ്കുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ വളരെ ഓപ്പണായിട്ട് ഈ ബ്രദർഹുഡ് ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിലും തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിലും തുർക്കിയും പാകിസ്ഥാനും നമ്പർ 1 തന്നെയാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഇത് ഷിയായാണോ സുന്നിയാണോ എന്നുള്ളതിലല്ല പ്രശ്നം, ഓപ്പോസിറ്റിലുള്ളത് വെസ്റ്റേൺ ചേരിയാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിനെതിരാണ്. അപ്പോൾ വെസ്റ്റിനെതിരെ ഷിയ ആയാലും സുന്നി ആയാലും ഈ ഇസ്ലാമിക് റെജീം അത് തോൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് എടുത്ത് ചാടിയത്. ആരാണ്? തുർക്കിയും പാകിസ്ഥാനും. പേരിന് ഈജിപ്തിനെയും കൂടി കൂട്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ട്രംപിൻ്റെ സ്റ്റീവ് വിറ്റ്കോഫ് അതേപോലെ ജറാദ് കുഷ്ണറുമായിട്ട് ഇവർ ഫോണിൽ സംസാരിച്ചിട്ട് പാകിസ്ഥാനും തുർക്കിയും കൂടെ ചേർന്നിട്ട് ഇറാൻ്റെ അബ്ബാസ് അരക്ചിയെ കോൺടാക്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ഇവർ ചോദിക്കുന്നു. അതേസമയം തന്നെ ഇതേ സെയിം 3 രാജ്യങ്ങളുടെ ടീമുകൾ നേരെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീവ് വിറ്റ്കോഫിനെയും ജറാദ് കുഷ്ണറിനെയും ബന്ധപ്പെട്ട് ഇറാൻ റെഡിയാണ്, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. ഇവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വലിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ട്രംപ് എപ്പോഴും അമേരിക്കയ്ക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതിലാണ് ട്രംപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഇസ്രായേലിന് ഒരു വാല്യൂം ഇവിടെ കൊടുത്തിട്ടില്ല, അതേപോലെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് ഇറാനുമായിട്ടൊരു ഡീൽ ശരിയാകുന്നുണ്ട്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് നമ്മളുടെ എനിമിക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങാണ്. ഇസ്രായേൽ ആണെങ്കിൽ അമേരിക്കയെ അന്ധമായി വിശ്വസിച്ച് അങ്ങോട്ട് ഇറങ്ങി ഒപ്പത്തിനൊപ്പം നിന്ന് തകർക്കാണ്. എന്തിനൊപ്പത്തിനൊപ്പം? അമേരിക്കയെക്കാളും 3 ഇരട്ടി വേഗത്തിൽ ഇറാൻ്റെ IRGC റെജീമിനെ അടിച്ചൊതുക്കുകയാണ്. അതിൻ്റെ മുൻനിരയിലുള്ള നേതാക്കളെയൊക്കെ അടിച്ച് തകർത്തു. യുദ്ധം തുടങ്ങിയ 30 മിനിറ്റിൽ ഇറാൻ്റെ ആയത്തുൽ ഖമനേയിയെ തീർത്ത് കളഞ്ഞു. അത്തരത്തിൽ ഏതാണ്ട് 50-55ഓളം IRGCയിലുള്ള മുൻനിര നേതാക്കളെ, ടോപ്പ് ലെവൽ ലീഡേഴ്സിനെ ലെയർ ബൈ ലെയർ ആയിട്ട് അടിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തെഹ്റാൻ സിറ്റിക്കുള്ളിൽ നിന്ന് വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ചെക്ക് പോയിന്റുകൾ ഉണ്ടല്ലോ, തെഹ്റാൻ്റെ ഉള്ളിലുള്ള സിറ്റിക്കുള്ളിലുള്ള ചെക്ക് പോയിന്റുകൾ, അവിടെ ഒന്നും തന്നെ ഈ ബസ്ജി പോലീസ് ടീമുകളില്ല, തീരെയില്ല. ആ വീഡിയോ ഇറാൻ്റെ ഉള്ളിൽ തന്നെ ആൾക്കാർ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഒളിവിലാണ്. ഈ ഒളിവിലാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ IRGC ടോപ്പ് ലെവൽ ലീഡേഴ്സിന് മാത്രമേ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുള്ളൂ. അവർക്ക് ഡീപ്പ് ലെവൽ ബങ്കറിൽ സെക്യൂരിറ്റി ഉണ്ട്, അവർ സെക്യൂറാണ്. ഇനിയും കുറേ ലീഡേഴ്സ് ഉണ്ട്, അവരെല്ലാം തന്നെ ബങ്കറിനുള്ളിൽ സേഫാണ്. പക്ഷേ ഈ സാധാരണക്കാരനായിട്ടുള്ള ഈ ജോലിക്കാരായിട്ടുള്ള ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഈ ബസിച്ച് ടീമുകൾ, ഇവർക്ക് സെക്യൂരിറ്റി ഇല്ല. ഇവർ നിരത്തുകളിൽ ഇറങ്ങി നടക്കണം, റോഡുകളിൽ സെക്യൂരിറ്റി ചെക്കപ്പ് നടത്തണം, സംശയം തോന്നുന്നവരെ പിടിക്കണം, പ്രതിഷേധിക്കാൻ ഫ്ലാഗ് എടുത്തുകൊണ്ട് വരുന്നവരെ വെടിവെച്ച് വീഴ്ത്തണം. ഇത്തരത്തിലുള്ള പണികളെല്ലാം ഇവർക്കാണ്. അപ്പോൾ എന്താണ് പ്രശ്നം? IDFന് നേരിട്ട് കാണാൻ കഴിയുന്ന IRGCയുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഫോഴ്സിൽ ഏറ്റവും ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനെയാണ് റോഡുകളിൽ കാണാൻ കഴിയുന്നത്. അവരെ കൃത്യമായിട്ട് IRGCയിലുള്ള മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആക്രമണം നടത്തി അങ്ങ് പോവാണ്. കാരണം IDFന് പെർമിഷൻ ഉണ്ട്. ഇപ്പം പ്രീ അപ്രൂവൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ബസീജ് ടീമാണോ IRGC ആണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെതിരെ വെടിവെക്കാനുള്ള എല്ലാ പെർമിഷനും ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സെക്യൂരിറ്റി ഇല്ല. ഉന്നത നിലയിലുള്ള ലീഡേഴ്സിന് സെക്യൂരിറ്റി ഉണ്ട്. മുജ്തബ ഖമനേയി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിനെ തുടർന്ന് പുള്ളി
പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇമേജും ഫോട്ടോഗ്രാഫൊക്കെ വെച്ചിട്ട് മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരേ ഒരു പ്രാവശ്യം മാത്രം ഇന്ന് വോയിസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് പിന്നെ പുള്ളിയുടെ വോയിസും ഇല്ല, പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല, ജീവിച്ചിരിപ്പുണ്ടോ, കോമയിലാണോ, ആംബ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ടോ, ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇല്ല. അപ്പൊ പിന്നെ ട്രംപ് ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? ട്രംപ് ചർച്ച നടത്തിയത് ഈ ഗാലിബാഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയുമായിട്ടാണ്. ഈ ഗാലിബാഫ് എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഗാലിബാബ് എന്ന് പറയുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറാണ്. ഈ പാർലമെന്റ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇയാൾ ചില്ലറക്കാരനല്ല. ഈ പാർലമെന്റ് സ്പീക്കർ ഇതിനു മുമ്പ് ട്രംപ് സിറിയയിൽ വെച്ചിട്ട് കൊലപ്പെടുത്തിയ സുലൈമാനി, ഈ സുലൈമാനിയുടെ വളരെ അടുത്ത ചങ്ങാതിയാണ് ഈ ഗാലിബാഫ്. ഈ ഗാലിബാഫ് ആണ് ഈ പാർലമെന്റിൽ ഇരിക്കുന്നത്. അത്രത്തോളം ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് ഈ വ്യക്തിക്ക്. ഇത് ചില്ലറക്കാരനല്ല. 12 വർഷം തെഹ്റാൻ നഗരത്തിലെ മേയർ ആയിരുന്നു ഈ മുഹമ്മദ് ഗാലിബാഫ്. അപ്പൊ അത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. IRGCയിൽ തന്നെ ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കേഴ്സിൽ ഒരാളാണ്. അയാളാണ് ഈ പാർലമെന്റ് സ്പീക്കറായിട്ടിരിക്കുന്നത്. അപ്പൊ അയാളിപ്പോ എന്താണ് വിചാരിക്കുന്നത് പറഞ്ഞാൽ ഒരു 2% ആയത്തുൽ ഖമനേയിയുടെ ആഗ്രഹം നടപ്പിലാക്കിയിട്ട് പോകാമെന്നായിരിക്കും ഗാലിബാഫ് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഗാലിബാഫുമായിട്ടാണ് ചർച്ച നടത്തിയതെന്ന് പറഞ്ഞ് ട്രംപ് ഇതുവരെ ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, ഇയാളുടെ പേരും പറയുന്നില്ല. അതേസമയം രഹസ്യമായിട്ട് ചർച്ച നടത്തിയ ഗാലിബാഫ് ഇറാന്റെ ഉള്ളിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഞാൻ അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും ചെയ്തിട്ടില്ല, അത് ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫാൾസ് നെറേറ്റീവ് ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ്? വൈ? ഇപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അമേരിക്ക പല സാഹചര്യങ്ങളിലും ചർച്ചയ്ക്ക് മുതിർന്നപ്പോൾ ഇറാൻ നേരിട്ട് സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. അവർ നേരിട്ട് സംസാരിച്ചിട്ടുമില്ല. അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് ഒരു തരത്തിലുള്ള ഡയറക്റ്റ് ടോക്കും ഇറാൻ ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം എന്താണ്? IRGC ഇറാന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെറേറ്റീവ് എന്ന് പറയുന്നത് അമേരിക്ക അവരുടെ ശത്രുവാണ്. ഈ ശത്രു രാജ്യവുമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള സന്ധി സംഭാഷണത്തിനും പോവില്ല എന്നുള്ളതാണ് അവരുടെ ഫണ്ടമെന്റൽ പോളിസിയാണ്. ആ പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. മറ്റുള്ളവരൊക്കെ എന്താണ് വിചാരിക്കുന്നത്? അമേരിക്ക റെസ്പെക്ട് കൊടുക്കുന്നില്ല, അമേരിക്ക ഞങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അമേരിക്ക ഞങ്ങളെ ഒരു സൈഡിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും മറ്റേ സൈഡിൽ ഞങ്ങളെ ഡീഗ്രേഡ് ചെയ്യുകയും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അമേരിക്കയുമായിട്ട് ചർച്ച നേരിട്ട് വേണ്ട എന്ന് പറഞ്ഞതായിട്ടാണ് പ്രൊപ്പഗണ്ട. പക്ഷേ സത്യത്തിൽ അതല്ല. സത്യത്തിൽ അമേരിക്ക ശത്രുവാണ്. അവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നെഗോസിയേഷൻ ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ഇറാന്റെ ഫണ്ടമെന്റൽ പോളിസി ആയിരുന്നു. ഇപ്പൊ നിലവില് IRGCക്കുള്ളിൽ തന്നെ ഇരുന്ന് ഈ ഗാലിബാഫ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ പാകിസ്ഥാനിലേക്ക് റെപ്രസെന്റേറ്റീവിനെ അയച്ചു വെക്കാന്ന് പറഞ്ഞാൽ ആരെയാണ് അയച്ചു വെക്കാൻ പോകുന്നത്? ഈ ഗാലിബാഫ് പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ബാസ് അരക്ചിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അബ്ബാസ് അരക്ചിയെ തന്നെ നേരിട്ട് അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ ഇറാന്റെ IRGC അനുവദിച്ചിട്ടില്ല. പെർമിഷൻ നോട്ട് ഗ്രാൻഡഡ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഗാലിബാഫ് പറയുന്നത് ഞാൻ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, IRGCയെ കൺവിൻസ് ചെയ്യണം. IRGCക്ക് ഗാലിബാഫിന്റെ മേലിൽ ഒരു ഡൗട്ട് വരാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ IRGCയിൽ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ഗാലിബാഫിന്റെ കഥ അങ്ങ് കഴിക്കും. അത് ഉറപ്പാണ്. അതായത് അമേരിക്കയുമായിട്ട് ഇൻഡയറക്റ്റ് ടോക്കിന് തന്നെ പ്രീ അപ്രൂവൽ വേണം. അപ്പൊ ആ സാഹചര്യത്തിൽ നീ നേരിട്ട് അത് രഹസ്യമായിട്ട് സംസാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ഗാലിബാഫിനെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും? IRGCക്കുള്ളിൽ തന്നെ ഹാർഡ് കോർ ആയിട്ടുള്ള അമേരിക്കൻ വിരോധികളുണ്ട്. അവരൊരു മേജർ ഗ്രൂപ്പാണ്. അവരാണ് ഈ ക്ലെറിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ക്ലെറിക്സ് ഗ്രൂപ്പിന്റെ അപ്രൂവൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ക്ലെറിക്സ് ഗ്രൂപ്പിന്റെ അപ്രൂവൽ ഇല്ലാതെ ഈ വ്യക്തി ഇങ്ങനെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ജീവന ഭീഷണിയുണ്ട്. IRGC ഇയാളെ തട്ടും. അതുകൊണ്ടാണ് ഇയാള് വേണ്ട, ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ബന്ധമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇയാളൊരു മോഡേണൈസറാണ്. ഇയാളുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ തന്നെ ഇയാളൊരു മോഡേണൈസറാണ്. കാരണം ഇയാൾ 12 വർഷം തെഹ്റാനിലെ മേയറായിട്ട് പണിയെടുത്തിരുന്ന സമയത്ത് ഇറാനെ എങ്ങനെയെങ്കിലും ഒരു മോഡേൺ സിറ്റി ആയിട്ട് മാറ്റണം എന്നുള്ളതിൽ വളരെ ഉറച്ച തീരുമാനമെടുത്തിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു മതഭരണകൂടം നയിക്കുന്ന രാജ്യത്തിൽ തീരുമാനമെടുക്കാൻ ചില പരിമിതികളുണ്ട്. അപ്പൊ ആ പരിമിതികൾ എന്ന് പറഞ്ഞാൽ ഈ ഖമനേയിമാരുടെ ലീഡർഷിപ്പ് തന്നെയാണ്. അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പം ഖമനേയി ഇല്ല. അപ്പോൾ ഒരുപക്ഷെ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിലവിലുള്ള ഗവൺമെന്റിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ മുഹമ്മദ് ഗാലിബാഫിന് ഒരു പ്രത്യേക സ്ഥാനം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഗാലിബാഫ് ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ IRGCക്കുള്ളിൽ തന്നെ അടിയുണ്ട്. കാരണം ഇപ്പൊ 3 പേര് ഈ പൊസിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ട്രൈ മെമ്പർ ഗ്രൂപ്പാണ് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഈ 3 പേരില് നമ്പർ 1 മൊഹസിൻ റസായി എന്ന് പറഞ്ഞൊരു വ്യക്തി. ഈ മൊഹസിൻ റസായി ഇതേപോലെ IRGCയുടെ മെമ്പറാണ്. IRGCയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വോയിസ് ഉള്ള ഒരു വ്യക്തിയാണ്, ലൗഡ് വോയിസ് ഉള്ള ആളാണ്. പിന്നെ ഒരുത്തൻ അഹമ്മദ് വഹീദി.
പിന്നെ ഒരാൾ അഹമ്മദ് വഹീദി. ഈ അഹമ്മദ് വഹീദി ഇതേപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിന് കേപ്പബിലിറ്റി ഉള്ള ആളാണ്. അടുത്തയാളാണ് ഈ മുഹമ്മദ് ഗാലിബാഫ്. അപ്പൊ ഈ മുഹമ്മദ് ഗാലിബാഫും ഈ മൂന്നാൾക്കാരാണ് ഇപ്പൊ പവർ പൊളിറ്റിക്സ് നടത്തുന്നത് ഇറാന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഇറാന്റെ ഉള്ളിൽ ഈ മൊജിദാബ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയാത്തത്. കാരണം ഈ മിസൈലുകളും ഡ്രോണുകളും എല്ലാം വരുന്നത് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ 3 പേരാണ്. ഈ 3 പേർക്കും ഇപ്പൊ പൊസിഷൻ വേണം എന്ന് പറഞ്ഞാൽ മുജിദാബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഇപ്പൊ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വിഷയമാണ്. ആ സാഹചര്യത്തിലാണ് ഈ 3 പേരും ഇപ്പം അവരുടെ പൊസിഷന് വേണ്ടിയിട്ട് കസാരകളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഇന്നലെ ട്രംപ് ഇറാനുമായിട്ട് ഒരു ഡീൽ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞാണല്ലോ തുടങ്ങിയത്. നിങ്ങളെ സുഹൃത്തുമായിട്ട് ചേർന്ന് നിങ്ങൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ തന്നെ അറിയാണ്ട് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് പറയാണ്, ഞങ്ങൾ ഇവിടെ ഒരു ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീലാണ് സംസാരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമീപനം പാലിക്കണം, അപ്പൊ അതുകൊണ്ട് ഈ ഡീൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അതും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാതെ നിങ്ങളോട് ഒപ്പത്തിനൊപ്പം നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഒരു ഡിസ്കഷനും ചെയ്യാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ എന്തായിരിക്കും? ഇതാണ് അവരുടെ മേധാവിത്വം. അപ്പൊ അവരവിടെ ഞങ്ങളൊരു സാമ്രാജ്യത്വ ശക്തിയാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഡോമിനൻസ് കാണിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ട്രംപ് ഇന്നലെ കാണിച്ചത്. പക്ഷെ അപ്പൊ തന്നെ നെതന്യാഹുവിന് കത്തി. ട്രംപ് ഈ പ്രഖ്യാപനം നടത്തി. തിങ്കളാഴ്ച രാവിലെ ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്നു. നെതന്യാഹു 5 മണിക്കൂർ കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. 5 മണിക്കൂർ ഇസ്രായേലിന്റെ ഉള്ളിൽ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്, പത്രക്കാർ വിളിക്കുന്നുണ്ട്. നെതന്യാഹു ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ആകാംക്ഷയോട് ലോകം കാത്തിരിക്കുകയാണ്. നെതന്യാഹുവിനെ പോലെ തന്നെ വേറെയും കുറച്ച് രാജ്യങ്ങൾ കാത്തിരിപ്പുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്താർ പോലത്തെ രാജ്യങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. എന്താണ് ട്രംപ് പറയുന്നത്? ഇയാൾക്ക് പ്രാന്തായോ എന്നുള്ള നിലയിലാണ് ഇവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. They did something yesterday that was amazing, actually. They gave us a present, and the present arrived today. It was a very big present worth a tremendous amount of money. And I'm not going to tell you what that present is, but it was a very significant prize. And they gave it to us, and they said they were going to give it. So that meant one thing to me: we're dealing with the right people. Is that nuclear related? No, it wasn't nuclear related. It was oil and gas related. And it was a very nice thing they did. But what it showed me is that we're dealing with the right people. ഇപ്പൊ രണ്ടാമത് നമ്മളിവിടെ പ്രത്യേകിച്ച് എടുത്ത് നോക്കേണ്ടത്, ഉടനെ തന്നെ നെതന്യാഹു ചെയ്ത വിഷയം എന്താണ്? നെതന്യാഹു ഉടനെ റോൺ ഡെർമർ വളരെ വിശ്വസ്തനായ നെതന്യാഹുവിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന റോൺ ഡെർമറിനെ വാഷിംഗ്ടണിലേക്ക് ഉടനെ പറഞ്ഞയക്കുകയാണ്. അവിടെ പോയിട്ട് ട്രംപ് എന്തെങ്കിലുമൊക്കെ ഗോൽമാലുകൾ കാണിച്ചു വെക്കും. അയാൾക്ക് കൃത്യമായിട്ട് പോയിന്റുകൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ല. ഏതെങ്കിലും പണമിടപാടിൽ കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് നമ്മൾക്ക് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡീൽ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഉടനെ തന്നെ വാഷിംഗ്ടണിൽ പോയിട്ട് എഗ്രിമെന്റിലെ പോയിന്റുകളെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാണ്. എന്താണ് ഷേപ്പ് ചെയ്യിക്കൽ? ഈ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് എൻറിച്ച്ഡ് യുറേനിയം, 460 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം ആ ഡീലിൽ ഏത് പോയിന്റിൽ വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും, ഈ യുദ്ധം എന്തിന്റെ പേരിലാണ് തുടങ്ങിയത്, ഇസ്രായേലിന്റെ ഗോൾ എന്താണ്, ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നത്, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഡീലിനെ ഷേപ്പ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത്. പക്ഷേ നെതന്യാഹുവിന് അറിയാം ട്രംപിനോട് ഉടക്കിക്കൊണ്ട് യുദ്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല. ട്രംപിന്റെ അടുത്ത് നെതന്യാഹു തെറ്റിക്കഴിഞ്ഞാൽ യുദ്ധം അപ്പം നിൽക്കും, ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെയാണ് ഇസ്രായേലിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. ഇസ്രായേൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് അവര് യുദ്ധവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ടീമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു രാജ്യത്തിന്റെ അലയായിട്ട് പ്രവർത്തിക്കുന്നതിലും ഒരു രാജ്യത്തിന്റെ ഡിപ്പെൻഡൻസിയിൽ നിൽക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതിന്റെ ദൂഷ്യഫലങ്ങൾ ഇസ്രായേലിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അതിപ്പം മാത്രമല്ല, കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം നടന്ന സമയത്തും നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പണായിട്ട് യുദ്ധം നടത്തി 12ാമത്തെ ദിവസം ട്രംപ് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചു. ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റിയെ മാനിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക്കലി പാസ് ചെയ്യേണ്ട മെസ്സേജ് ട്രംപ് വളരെ ഓപ്പണായിട്ട് അവിടെ നിന്ന് UK പോകുന്ന വഴി ഷോഫറിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് പത്രക്കാരുടെ മുന്നിൽ ഓപ്പണായിട്ട് നെതന്യാഹുവിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഷൗട്ട് ചെയ്താണ് യുദ്ധം നടത്തിയത്. നീ ഇപ്പം ഇറാനിലേക്ക് അയച്ച 100 ഫൈറ്റർ ജെറ്റുകളെയും തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. കാരണം ട്രംപ് മേലും കീഴും നോക്കാറില്ല, ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അപമാനിക്കും, അത്തരത്തിലാണ് പെരുമാറിയത്. അതുകൊണ്ട് വീണ്ടും അതേ സെനാരിയോയാണ് ഇപ്പൊ ക്രിയേറ്റ് ആകുന്നത്. പക്ഷേ ഈ സിറ്റുവേഷൻ ഇതുണ്ടാകും എന്നുള്ളത് നെതന്യാഹു പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നെതന്യാഹു റോൺ ഡെർമറിനെ അമേരിക്കയിലേക്ക് അയച്ചു വെച്ചിട്ട് ഒരു പത്രസമ്മേളനം ഇവിടെ നടത്തുകയാണ്. ആ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഡീല് വരും. അതായത് ഡീൽ വരുന്നുവെങ്കിൽ, അല്ലാതെ ഐ ജസ്റ്റ് സ്പോക്കൺ മിസ്റ്റർ ട്രംപ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ ട്രംപുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്,
ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഡീലായിരിക്കും വരുന്നത് എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ട്രംപ് എന്താണ് പറഞ്ഞിരുന്നത്? ഇറാൻ ന്യൂക്ലിയർ ഡീലിന് ഓക്കെയാണ്, അതുപോലെ തന്നെ അതേപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അവർ തുറക്കും എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു വെച്ചത്. പക്ഷെ ആരോടാണ് ട്രംപ് സംസാരിച്ചത് എന്ന വിഷയത്തിൽ മാത്രം ക്ലാരിറ്റി തന്നില്ല. ആരോടാണ് സംസാരിച്ചത് എന്നുള്ളതിന്റെ വിവരമാണ് ഈ മുഹമ്മദ് ഗാലിബ്. ഈ മുഹമ്മദ് ഗാലിബാണ് അവിടെ നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ മുഹമ്മദ് ഗാലിബിന് രണ്ട് സൈഡിൽ നിന്നും ത്രെട്ട് വരുന്നുണ്ട്. ഒന്ന്, ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ത്രെട്ട്, ഏതാണ് IRGC. രണ്ടാമത് ഇസ്രായേലിന്റെ ത്രെട്ട്. കാരണം ഓപ്പൺ ആയിട്ട് ട്രംപ് ഇന്നയാളുമായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു പക്ഷേ ആ മൊമെന്റിൽ തന്നെ അയാളെ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഈ ഡീൽ സീക്രട്ട് ആയിട്ട് ഇസ്രായേൽ അറിയാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇസ്രായേൽ അറിഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി തന്നെ നെതന്യാഹു ആ മാവിൽ കല്ലെറിയും, ഉറപ്പാണ്. ഇപ്പൊ വീണ്ടും ഈ 3 പേരുകൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഈ 3 പേരുകളും ഇപ്പൊ ടാർഗറ്റ് ലിസ്റ്റിലുണ്ട്. A top person. Don't forget, we've wiped out the leadership phase 1, phase 2, and largely phase 3. But we're dealing with the man who I believe is the most respected and the leader. It's a little tough. We've wiped out everybody. Is that the Supreme Leader? No, not the Supreme Leader. We don't. Well, nobody heard of the second Supreme Leader, the son. Are these direct? We have not heard from the son. Every once in a while you see a statement made, but we don't know if he's living. But the people that seem to be running it, and they seem that based on really fact, because things they've said have taken place. Mr. President, Again, Mr. President, I know you've deployed. because I don't want him to be killed. Okay, I don't want him to be killed. Mr. President, you've deployed. Nobody wants to be that. Nobody wants that job right now. Nobody's exactly looking forward to being the head of that particular country. But perhaps we'll be able to solve that problem. Mr. President, ഇനി എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചതുപോലെ അവിടെ ഒരു പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് അവിടെ എന്തുകൊണ്ടാണ് പ്രതിഷേധം രൂപപ്പെടാത്തത്? ഇതിനു മുമ്പ് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു പ്രതിഷേധം രൂപപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നൗ ഒരു പ്രതിഷേധം നടന്നു തീർന്നതേ ഉള്ളൂ. അതിൽ ഏതാണ്ട് 32,000 ആൾക്കാരെയാണ് ഇറാന്റെ IRGC ബസിജി ഫ്രണ്ട് ഗ്രൂപ്പുകൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ആ ജനങ്ങളുടെ മനസ്സിലുണ്ട്. യെസ്, അവർക്ക് IRGC ഭരണകൂടത്തിന് താല്പര്യമില്ല, പക്ഷെ അതേസമയം അവർക്ക് മരിക്കാനും താല്പര്യമില്ല. അപ്പൊ ഈ പേടി ഇപ്പൊ മനസ്സിലിങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ 32,000 പേരെയൊക്കെ കൊലപ്പെടുത്തി അവന്മാർ പിടിച്ചുകൊണ്ട് പോയിട്ട് തൂക്കിക്കൊല്ലും. അമേരിക്കയും ഇസ്രായേലും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിരത്തിലിറങ്ങാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. കാരണം ഇവർ ഏത് നേരത്തെ വേണമെങ്കിലും ബാക്കൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ എത്രത്തോളം ശ്രമിച്ചാലും അമേരിക്ക പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനും പുറകോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരെ വിശ്വസിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവന്മാരെയൊക്കെ അവന്മാർ പിടിച്ചുകൊണ്ട് പോയി തൂക്കിക്കൊല്ലും. അപ്പം പിന്നെ എങ്ങനെയാണ് പ്രതിഷേധം രൂപപ്പെടുന്നത്? ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ഇസ്രായേലെയും അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും ഒരുപോലെ ബീട്രേ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ അത് സക്സസ്ഫുൾ ആയിട്ട് നടപ്പിലാക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈകുന്നേരം ഈ പത്രസമ്മേളനം കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് IDF കൃത്യമായിട്ട് ഇറാന്റെ ഉള്ളിൽ ടാർഗറ്റുകൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. തുടരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരിക്കലും ട്രംപിന് തടഞ്ഞു നിർത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം ട്രംപ് ഇത്തരത്തിലുള്ള കൺവെൻഷണൽ വാർ അതേപോലെ തന്നെ മിലിറ്ററി സ്പോട്ടുകൾ ഇതൊക്കെ ആക്രമിക്കുന്നതിന് തടസ്സമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ കൃത്യമായിട്ട് കവർ ചെയ്ത് ഫോക്കസ് ചെയ്ത് ഇസ്രായേൽ അവിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പറയുന്നത്, നീ ഇറാനെ അടിച്ചു, എന്നാൽ നീ എന്ത് ചെയ്യണം, അവരുടെ മിലിറ്ററി സംവിധാനങ്ങൾ കംപ്ലീറ്റ് തകർത്തു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലാതെ ഞങ്ങൾക്കൊരു ഭീഷണിയായിട്ട് ഇറാനെ അവിടെ പകുതി അടിച്ച് നിലനിർത്തിയിട്ട് പോകരുത്. പകുതി ആക്രമണം നടത്തി അവരുടെ കയ്യിൽ വീണ്ടും മിസൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയാണ്. അവരുടെ മിലിറ്ററി സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് തകർത്തിട്ട് നീ എവിടെ വേണേലും പൊയ്ക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 2 തരത്തിലുള്ള സ്ട്രാറ്റജി ആയിട്ട് ഇവിടെ നോക്കി കാണുന്നുണ്ട്. ഒന്ന്, ട്രംപ് ഫണ്ടിങ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ അടുത്ത് ഫണ്ട് ചോദിച്ചതായിട്ടും അവരത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ടൈം എടുക്കുന്നതായിട്ടുള്ള ഒരു ലാഗ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ലാഗ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് ഇവരുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിക്കാനും അതേസമയം ഇറാനെ ഒരു നെഗോസിയേഷൻ ലൂപ്പിൽ മാറ്റി നിർത്താനും ആ ഒരു ഗ്യാപ്പിൽ ഇറാന്റെ IRGCയുടെ ഇന്റർണൽ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും തകർക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ന്യായീകരണവും ഇതിനകത്തുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രംപിന് ഇപ്പോൾ ഈ വർഷം തന്നെ ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെ മിഡ് ടേം ഇലക്ഷൻ അവിടെ റെഡി ആയിരിക്കുകയാണ് അമേരിക്കയിൽ. അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ട്. ഈ പ്രഷർ എന്താണെന്ന് പറഞ്ഞാൽ, നിനക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി വേണം. ഈ വാറിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി വേണം. ഇസ്രായേലിന് വേണ്ടതില്ല, പക്ഷേ അമേരിക്കയ്ക്ക് ഒരു വാർ എക്സിറ്റ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മുസ്ലിം വോട്ടേഴ്സിന്റെ വോട്ട് നഷ്ടപ്പെടാതിരിക്കണം. ഇതൊക്കെ പൊളിറ്റിക്കലി വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്.
അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിക്കുന്നത്. കാരണം ശരിക്കും ഡേവിഡ് ബാർണിയ, മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബാർണിയ പറഞ്ഞു വെച്ചിരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്താൽ മതി, അവിടെ പ്രതിഷേധം രൂപപ്പെടും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്രതിഷേധത്തിനെ തകർത്തത് ആരാണ്? അമേരിക്ക. നേരെ കൊണ്ട് സ്കൂളിൽ അങ്ങ് ബോംബിട്ടു. അപ്പം തന്നെ ജനവികാരം ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞു. കാരണം സ്കൂൾ കുട്ടികളാണ്. അത് കണ്ട ആർക്കും പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ, അതായത് ഇസ്രായേലിന്റെ ഈ ടോട്ടൽ പ്ലാനിനെ തന്നെ തൊലച്ചത് അമേരിക്കയായിരുന്നു. അവിടെയാണ് പിഴച്ചത്. അത് പിഴച്ചത് കൊണ്ടാണ് IRGC അതിനെ തന്നെ ഒരു സെന്റിമെന്റ് ആയിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്തു. അത് റിയലി സെന്റിമെന്റ് ആയിട്ടുള്ള സീൻ തന്നെയാണ്. കാരണം സ്കൂൾ കുട്ടികളാണല്ലോ. കൊച്ചു കുട്ടികൾക്ക് മേളിൽ ബോംബ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ നടുങ്ങുന്ന ഒരു സീനായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ഈ മുഹമ്മദ് ഗാലിബിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇയാൾ 1999 ഇറാന്റെ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിനെ വല്ലാത്ത രീതിയിൽ അടിച്ചമർത്തി കൺട്രോൾ ചെയ്ത് നിലയ്ക്ക് നിർത്തിയ ആളാണ്. ഇയാൾക്ക് പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്തിയുള്ള ശീലമുണ്ട്. അപ്പൊ എന്തായാലും ഈ മോഡേണൈസ്ഡ് ചിന്താഗതിയാണ് അമേരിക്കയെ ഇയാളിലേക്ക് ആകർഷിപ്പിച്ചത്. കാരണം ഈ മോഡേണൈസ്ഡ് ചിന്താഗതിയുള്ള ആൾ ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോട്ട് പ്രോസസ്. ആ തോട്ട് പ്രോസസ് വെച്ചിട്ടാണ് പാകിസ്ഥാനും തുർക്കിയും ഈജിപ്തും ട്രംപ് അഡ്മിനിസ്ട്രേഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ JD വാൻസ് ഉൾപ്പെടെയുള്ള ടീമാണ് പാകിസ്ഥാനിൽ എത്തിയിട്ട് ഇറാന്റെ റെപ്രസെന്റേറ്റീവുകളുമായിട്ട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. പക്ഷേ ഇത് ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ടബ്രീസ് ഉൾപ്പെടെ അസർബൈജാൻ ആ ഏരിയയിൽ, ആ ബോർഡർ ഏരിയയിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. തുടരെ ഇറാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ ട്രംപിന്റെ ഈ ഒരു ഡീൽ സംസാരവും ഇതെല്ലാം തന്നെ ഇറാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത് ഉടായ്പാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവര് ഇതിൽ കയറി പിടിക്കുന്നില്ല. അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ ഇറാന്റെ ഉള്ളിലുള്ള IRGC തയ്യാറുമല്ല. അവർക്കത് പേടിയാണ്. കാരണം ആരാണോ സംസാരിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് അവനെ തട്ടും, അത് ഉറപ്പാണ്. നേരിട്ട് സംസാരിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പൊ അതായത് ഡു ഓർ ഡൈ എന്നുള്ള നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അറബ് രാജ്യങ്ങളുടെ പ്രഷറും കൂടി അമേരിക്കയുടെ മേലിലുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും ഇറാൻ തന്നെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ആമത്തെ വേവ് ഓഫ് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിന്റെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ടെല്ലവീവില്, ഡിമോനയില്, ഹൈഫയിലൊക്കെ ഈ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ ഡെബ്രീസ് വീണിട്ടുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ക്ലസ്റ്റർ ബോംബ് പതിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 8 മുതൽ 10 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് എന്താണോ സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് തുടരുന്നത്. പുതുതായിട്ട് ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് ട്രംപിന്റെ നെഗോസിയേഷൻ നാടകം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇച്ചിരി ഗുണം നേടിയിട്ടുണ്ട് ട്രംപ്. എണ്ണ വില കുറഞ്ഞതും കൂടിയതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാനിപ്പുലേഷൻ കുറച്ച് സംഭവിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഒരു ചേഞ്ചസും നടന്നിട്ടില്ല. അതുപോലെ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ലെബനാന്റെ ഉള്ളിൽ ഏതാണ്ട് 12 സ്ഥലങ്ങളിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതുപോലെ ചൈനയാണെങ്കിൽ ഇസ്രായേലിൽ നിന്നും അവരുടെ പൗരന്മാരെയൊക്കെ തിരികെ വിളിച്ചിട്ടുണ്ട്. അതായത് തവളയും മാക്രിയൊക്കെ നമുക്ക് ഇവിടെ കഴിക്കാൻ കിട്ടും, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇസ്രായേലിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത്, അവിടെയാണെങ്കിൽ മിസൈലുകളൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ചൈനീസ് പൗരന്മാരൊക്കെ ഇസ്രായേലിൽ നിന്നും പുറത്തു പോകാൻ വേണ്ടിയിട്ട് ചൈനീസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തവണത്തെ യുദ്ധം മുന്നോട്ട് നയിക്കുന്നത്. IRGCയുടെ ഇന്റർണൽ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് റെസിലിയൻറ്റ് ഇന്ത്യ എന്തുകൊണ്ടാണ് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഇന്ത്യ എന്തുകൊണ്ടാണ് അവരുടെ പർച്ചേസ് എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്തത്? അത് എണ്ണ ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, ഡിഫൻസ് പർച്ചേസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. കാരണം മിഡിൽ ഈസ്റ്റ് കത്തുമ്പോഴും ഇന്ത്യ ഒരു തരത്തിലും കുലുങ്ങാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡൈവേഴ്സിഫൈ ചെയ്തുള്ള പർച്ചേസിങ് നമ്മൾ നടത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഇത് ഗവൺമെന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി വളരെ വ്യക്തമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ കുലുക്കമില്ലാതെ തുടരുന്നത്. ഗ്യാസ് ആയാലും എണ്ണ ആയാലും നമുക്ക് മറ്റു മാർക്കറ്റുകൾ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് ഇത്തരത്തിൽ കിടന്ന് പുകയുമ്പോഴും ഇന്ത്യ ഒരു കുലുക്കമില്ലാതെ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഇന്ന് പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം, അതിനെക്കുറിച്ചുള്ള കൺസേൺ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഗ്യാസിന് ഇന്ത്യക്കുള്ളിൽ തീർച്ചയായിട്ടും ഒരു ഡിമാൻഡ് വരുന്നുണ്ട്. ആ സപ്ലൈ ഷോർട്ടേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മുൻകൂട്ടി കാണുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ 2 LNG ഷിപ്പുകൾക്ക് കൂടി ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. ആ 2 ഷിപ്പുകളും ഗുജറാത്ത് പോർട്ടിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.